ആ ബ്രേക്ക് നമ്മുടെ ക്ലച്ചിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഈ ബ്രേക്സ് നമ്മൾ ഇത്രയും പ്രസ് ചെയ്തിരുന്നാൽ മാത്രം മതി പവർ കട്ടാവും. താക്കോലിട്ട് അരയും തിരിക്കുന്നതായിട്ട് റിയലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ താക്കോലിനെ അടിച്ച് മാറ്റിയെടുത്താൽ തന്നെ ടെസ്റ്റാലായിട്ട് അടിക്കും. ഇത്ര ഞാൻ ഞെക്കിയിട്ടുണ്ട്. കയറുന്നില്ല, ഞാൻ അത്രയും ജസ്റ്റ് ഞെക്കിയിട്ടുള്ളൂ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒഡീസിയുടെ ഇവോക്സ് എന്ന ബൈക്കാണ്. ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ R3 അതിൽ നിഞ്ച 300 അതിൻ്റെയൊക്കെ ഒരു ലുക്സ് നോക്കും. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ലുക്സാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിസൈനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ആ ഒരു ഐഡിയ വെച്ചാണ് ഇതിനകത്ത് അധികം ഞാൻ പറയുന്നത്. ഓവറോൾ ഞാൻ ഓടിച്ചത് വെച്ച് എനിക്കിഷ്ടപ്പെട്ടു. എന്നാൽ കുറച്ച് വിയേർഡ് സ്റ്റഫ് നമുക്ക് തോന്നും. അതായത് ഒരു ഇലക്ട്രിക് ബൈക്കാണ്. അപ്പോൾ നമ്മൾ നോർമൽ ബൈക്സ് വെച്ച് നോക്കുമ്പോൾ ക്ലച്ച് ഇല്ല, ഗിയർ ഇല്ല, അതേപോലെ ഇപ്പുറത്ത് ബ്രേക്കും ഇല്ല. അതൊരു കൺഫ്യൂസിങ് സ്റ്റഫായിരുന്നു. ഏകദേശം ഒരു പകുതി മുക്കാൽ ദൂരം വരെ ഞാൻ അതിനകത്ത് നമ്മുടെ ഹമ്പ് റീജിയണൊക്കെ എത്തുമ്പോൾ ഗിയർ മാറ്റുക എന്നുള്ള രീതിയിൽ കാല് പിടിച്ച് തപ്പലൊക്കെ ഉണ്ടായിരുന്നു. അതൊഴിച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി കൊള്ളാം, നല്ല രസമുണ്ട്. ആൻഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. വേണ്ടാണ്ടുള്ള അനാവശ്യ പ്ലാസ്റ്റിക്കുകളോ ഒരു ക്വാളിറ്റി കുറവുള്ളത് ഇളക്കമുള്ളതായിട്ടൊന്നും കണ്ടില്ല എവിടെയും. ആൻഡ് രസമുണ്ട്. ഒരു സ്പോർട്സ് ടൂററിലിരിക്കുന്ന സെയിം ഫീല് നമുക്ക് ഈ ഒരു വണ്ടിയിലിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ലുക്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലുക്സാണ്. അത്യാവശ്യം നല്ല നീറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ R3യുടെ ഇതല്ലെങ്കിൽ നമ്മുടെ പഴയ R15ൻ്റെ ഒക്കെ ഒരു ലുക്സ് നമുക്ക് ഈ ഒരു ഹെഡിൽ നിന്ന് കിട്ടും. നമ്മുടെ നിഞ്ച 300 ഒബിയസ്ലി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഈ ഒരു ലുക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ടാകും. അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള ലുക്സ് തന്നെയാണ്. ഈ ഒരു പച്ച നമ്പർ പ്ലേറ്റ് കാണുമ്പോഴായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഇതൊരു ഇലക്ട്രിക് ബൈക്കാണെന്നുള്ളത് റിയലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ അടുത്ത് നിന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ ബ്രാൻഡ് കാണുമ്പോഴൊക്കെ ആയിരിക്കും ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്സാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു കാരണവശാൽ ഇങ്ങനത്തെ രീതിയിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ഫ്രണ്ടിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. ഞാൻ ബ്രേക്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ബ്രേക്ക് കപ്പാസിറ്റി ഉണ്ടോ. എനിക്കവിടെ ഒരു ബ്രേക്ക് ലോസ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം ആപ്റ്റായിട്ടുള്ള ബ്രേക്കിംഗ് തന്നെയാണ്. അത് രണ്ട് ഭാഗം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ആവട്ടെ ബാക്ക് ബ്രേക്ക് ആവട്ടെ അത്യാവശ്യം ആപ്റ്റായിട്ടുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി തന്നെ ഉണ്ട് ഈ വണ്ടിക്ക്. ആൻഡ് പവറിൻ്റെ ഭാഗം എടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 3400 വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി പവർ, അല്ലെങ്കിൽ പീക്ക് പവർ എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 5.7 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ ആ ഒരു പവർ കപ്പാസിറ്റി എന്നാണ്. ആൻഡ് ഒബിയസ്ലി ഇറ്റ്സ് ഇലക്ട്രിക് ബൈക്ക്. സോ നമ്മൾ ആ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ടോർക്കിനാണ് കൂടുതലൊരു വാല്യൂ പ്രിഫർ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 65-75 Nm ടോർക്കാണ് എക്സാക്റ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടോർക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബൈക്സിലൊക്കെ അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിലൊക്കെ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും കാണാറ്. ഇതിനകത്ത് വരുമ്പോൾ ബെൽറ്റ് ഡ്രൈവ് അല്ല, ഹബ് മോട്ടറാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതായത് ഡയറക്റ്റ് ഈ വീലിലേക്കാണ് പവർ പാസ് ചെയ്യുന്നത്. സോ പവർ ലോസ് കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ആപ്റ്റായിട്ട് തന്നെ പവർ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് തന്നെ കൂടുതൽ സംശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രേക്ക് എന്ന് പറയുന്നത്, അതായത് ഇത് രണ്ടും ബ്രേക്സാണ്. വേറെ നമ്മുടെ കാലിൻ്റെ അവിടെ ബ്രേക്ക് ലിവറോ കാര്യങ്ങളൊന്നുമില്ല. ആ ബ്രേക്ക് നമ്മുടെ ക്ലച്ചിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഈ ബ്രേക്സ് നമ്മൾ ഇത്രയും പ്രസ് ചെയ്തിരുന്നാൽ മാത്രം മതി പവർ കട്ടാവും. അത് എനിക്ക് തോന്നുന്നു റീജൻ ബ്രേക്കിങ്ങിന് പകരം ആയിട്ട് കൊടുത്തിരിക്കണതാണോ എന്നറിയില്ല. അതായത് റീജൻ ബ്രേക്കിൻ്റെ ഒരു സ്റ്റെപ്സ് ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ഈ ഒരു മീറ്ററിൽ നമ്മളിപ്പോൾ ചില വണ്ടികളിൽ റീജൻ ബ്രേക്കിൻ്റെ ഒരു മോഡ് ഓപ്പണായി വരുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും കണ്ടില്ല. പകരം നമ്മൾ ഈ ബ്രേക്സ് ഒന്ന് പ്രസ്സായിരുന്നാൽ തന്നെ പവർ അവിടെ കട്ടാവും. നമുക്ക് അവിടെ തിരിച്ച് കഴിഞ്ഞാൽ പവർ കിട്ടില്ല. സോ നോർമൽ ബൈക്സ് ഓടിച്ച ഒരാൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പവർ കട്ടായി പോയി വല്ല പ്രശ്നം പറ്റുമെന്ന് സംശയം വരും. കാരണം നമ്മൾ ഓബിയസ്ലി നമ്മൾ ഒരു ക്ലച്ചൊക്കെ ഉള്ള ബൈക്കിൽ ഇതിങ്ങനെയൊക്കെ പലരും പിടിച്ചേക്കും. ഞാനും അങ്ങനെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കാരണം ഇത് മൊത്തത്തിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കുറേ കൂടി ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ക്ലച്ച് അധികം വരുള്ളൂ. ചിലതിനൊക്കെ ഇത്രയും ഭാഗം ഒരു പ്ലേ കുറവ് ഇല്ലാത്ത രീതിയിലൊക്കെ കാണാം. അപ്പം അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് പവർ കട്ടാവുന്നുണ്ട്. അപ്പം അത് ഇനീഷ്യൽ ടൈമിൽ ഒരു ചെറിയ കൺഫ്യൂസിങ് ഉണ്ടാക്കിയേക്കാം.
ഇനി അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ കീ ആണ്. ഇതിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതൊരു കീലെസ് ഡ്രൈവാണ്. ആൻഡ് ദാറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ ഇവിടെ കുത്തി തന്നെ ഓണാക്കണം എന്നില്ല. ഇപ്പോൾ ഞാനിത് ഓണാക്കുകയാണെങ്കിൽ ഈ മുകളിലുള്ളതാണ് അൺലോക്ക്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തതിനകത്ത് ചെയ്യുക. പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കറൻ്റ്ലി പാർക്കിലാണ്. നമുക്കിവിടെ മോഡ്സ് ഇവിടെ തന്നെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഡി എന്ന് പറയുന്ന ഡ്രൈവ്, ഇതെന്ന് പറയുന്നത് സ്പോർട്സ്, പി എന്ന് പറയുന്ന പാർക്ക്, ആർ എന്ന് പറയുന്നത് റിവേഴ്സ്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത്. സോ ഇവിടെ പി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ റിമോട്ടല്ല കീ യൂസ് ചെയ്യണമെങ്കിൽ കീ യൂസ് ചെയ്ത് ഓൺ ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ആൻഡ് ഈ താഴത്തേന്ന് പറയുന്നത് നമ്മുടെ തെഫ്റ്റ് അലേർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ലോക്ക് ചെയ്തു. ഞാനിപ്പോൾ തെഫ്റ്റ് അലേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ശ്രമം നടത്തി നോക്കാം. ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, ഏതെങ്കിലും ഒരു താക്കോലിട്ട് ആരെയും തിരിക്കുന്നതായിട്ട് റിയലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ താക്കോലിനെ അടിച്ച് മാറ്റിയെടുത്താൽ തന്നെ തെഫ്റ്റ് അലേർട്ട് അടിക്കും. ഇതാണ് സംഭവം. ഇപ്പോൾ നമുക്ക് തെഫ്റ്റ് അലേർട്ട്, ഇപ്പോൾ നിങ്ങൾ വല്ല ചാർജ് ചെയ്യാനിട്ടു, ഇതൊന്ന് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾ വല്ല ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തെഫ്റ്റ് അലേർട്ട് നിങ്ങൾക്ക് ഗുണകരവും. ചാർജ് ചെയ്യാൻ നിങ്ങളിട്ടു, അത് കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ആ ചാർജർ കണ്ട് വലിച്ചൂരിയാണ്ട് ഓടിപ്പോകാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ തെഫ്റ്റ് അലേർട്ട് അടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും സംഭവം ആരോ പൊക്കാൻ നോക്കുന്നുണ്ടെന്ന്. സോ അതാണ് ഈ തെഫ്റ്റ് അലേർട്ടിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം, എപ്പോഴും കയ്യിൽ ചെയ്യുന്നാൽ ശരിയാവില്ല. ആൻഡ് ഇനി നമുക്ക് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് പാർക്ക് എന്നുള്ളത് നമ്മൾ ആ പാർക്ക് മോഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കയറി തന്നെ പറയാം. സ്റ്റാൻഡിൻ്റെ മാറ്റി ഈ പാർക്കിൽ നിന്ന് ഞാൻ ഡ്രൈവിലേക്ക് ഇടാണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു ഇഗ്നിഷൻ സ്വിച്ച് നമ്മൾ എൻജിൻ ഓണാക്കി കഴിഞ്ഞാൽ പി അവിടെ നിന്ന് മാറും. ഇവിടെ നമുക്കിപ്പോൾ 00 സംഭവങ്ങളെല്ലാം വരും. ആൻഡ് ഇപ്പോൾ വണ്ടി റണ്ണബിൾ എന്നുള്ള രീതിയിലല്ല, നമ്മൾ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ മൂവും അവിടെ റെഡി എന്നുള്ള കാണിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടി നീങ്ങും. അപ്പോൾ ഇതാണ് സംഭവം. ആൻഡ് ഇവിടെ നമുക്ക് 1 2 3 എന്നുള്ളൊരു ഇതാണ് നമ്പർ ഇവിടെ കാണാം. നിങ്ങൾക്ക് എത്ര വിസിബിളാണ്, എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡ്രൈവ് മോഡ്സിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഞാൻ ഈ ഡ്രൈവ് എന്നുള്ളത് സ്പോർട്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 2 മാറി 3 ആവും. ഞാൻ തിരിച്ചത് 2 ആയിക്കഴിഞ്ഞാൽ ഡ്രൈവ് ആയിക്കഴിഞ്ഞാൽ അത് 2ലേക്കും മാറും. ഈ ഒരു പിയിലേക്ക് ഇടുകയാണെങ്കിൽ അത് പാർക്കിലേക്ക് വരും. അതിപ്പോൾ നമ്മൾ എൻജിൻ ഓഫ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ഇടേണ്ടത്. ഈ സ്വിച്ച് ഇത്തിരി ടൈറ്റാണ്, ഈ ഒരു നമ്മുടെ ഇഗ്നിഷൻ എന്നുള്ള രീതിക്ക് കൊടുത്തിരിക്കുന്ന സ്വിച്ച്. ഇപ്പോൾ അവിടെ പാർക്കും കത്തി. ഞാൻ ജസ്റ്റ് ഓണാക്കി തന്നെ ഇനി 6ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിലേക്കുള്ളത് കിട്ടും. അപ്പോൾ റിവേഴ്സിലേക്കുള്ളത് ഇട്ടപ്പോൾ അവിടെ ഒരു സാധനം വരുന്നില്ല. അതാണ് റിവേഴ്സ്. ഞാനിപ്പോൾ ഈ റിവേഴ്സിലിട്ട് ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിലേക്ക് ഇട്ടു, ഇങ്ങനെ കയറും. സോ റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, സംഭവം കൊള്ളാം. ഇനി സ്വിച്ച് ഗിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡിമ്മും ബ്രൈറ്റിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് ഹസാർഡാണ് അവിടെ നോർമൽ വണ്ടികളിൽ ഇപ്പോൾ കാണുന്ന. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇവിടെ ഹോൺ വരുന്നുണ്ട്. ഹോൺ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ, ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട്. 2 ഒരുമിച്ചടിക്കാം. സോ 2 സ്വിച്ച് ഇപ്പോൾ ഹോണിന് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ പാസ് ലൈറ്റ് വരുന്നുണ്ട്. പാസ് ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ ചെറിയ മിന്നൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ നോർമൽ DRL ഓൺ ആക്കാനും ഇനി അതല്ല ഫുൾ ലൈറ്റ് ഓൺ ആക്കാനാണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വിച്ചുകൾ. നമ്മൾ നോർമൽ ബൈക്സിൽ കാണുന്ന സ്വിച്ചുകൾ തന്നെ അവർ പല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തു എന്ന് മാത്രം. അതായത് നമ്മൾ ഇഗ്നിഷൻ ഓണിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഓണാക്കി, ഇപ്പുറത്തുള്ളതും ഹോൺ തന്നെ. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഡ്രൈവ് മോഡിനുള്ള വെച്ചു. അപ്പോൾ നമ്മൾ വേറെ ഡ്രൈവ് മോഡ് മാറ്റാനായിട്ട് ഞെക്കാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. അതായത് മറ്റ് ഇതിനകത്ത് മോഡ് സെലക്ടറായിട്ടൊരു ബട്ടനായിരിക്കും, അതിന് പകരം ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ 2 നമുക്ക് ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിനുള്ള കണ്ടെയ്നേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി മീറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പാർക്ക് കാര്യങ്ങൾ കാണിക്കും, സ്പീഡ് കാര്യങ്ങൾ കാണിക്കും. ഇവിടെ നമുക്കൊരു RPM മീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ ആ ഒരു ഡിസൈൻ്റെ പാർട്ടാണ്. ഇതും സ്പീഡോമീറ്ററൊക്കെ തന്നെ RPMൻ്റെ ആ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് അവർ കൊടുത്തു. പിന്നെ ബാക്കി ഇൻഡിക്കേറ്റർ, ലൈറ്റ്, ബ്രൈറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു നമ്മൾ കുത്തിയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കാനുള്ളത്, ബാറ്ററിയുടെ കപ്പാസിറ്റി കാണിക്കാനായിട്ട് ഇവിടെ ഓഡോമീറ്റർ, ട്രിപ്പ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇപ്പോൾ 6ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 6ലേക്ക് ഇട്ട് നമ്മൾ തിരിക്കാൻ നേരത്ത് അവിടെ 6ൻ്റെ അത് വരും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഓവറോൾ. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഓവറോൾ ക്വാളിറ്റി വൈസൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം, നല്ല ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയുടെ എന്ന് പറയുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിൻ്റെ കട്ട് ഓഫ് പരിപാടി ഇതിനകത്തില്ല. അതെനിക്കൊരു ചെറിയ പോരായ്മ പോലെ തോന്നി. ബിക്കോസ് ഇപ്പോൾ എല്ലാ വണ്ടികളിലും നമുക്ക് കട്ട് ഓഫ് കിട്ടുന്നുണ്ട്, സ്റ്റാൻഡിൻ്റെ ആ ഒരു കട്ട് ഓഫ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറും കൂടിയാണ്. അപ്പോൾ ആ സംഭവം ഒഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം. ഇനി ടയേഴ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് 110ഉം ബാക്കിൽ വരുന്നത് 140 സെഗ്മെൻറ്റ് ടയേഴ്സാണ്. സോ അത്യാവശ്യം കോർണർ ഫ്രണ്ട്ലി ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബാറ്ററിയുടെ ഒരു ചെറിയ വെയിറ്റ് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ വരും. അപ്പോൾ അതൊന്നും നമുക്ക് യൂസ്ഡ് ആവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, സ്പെക്ക് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ. ആൻഡ് പിന്നെ ഞാൻ പറയാൻ പറ്റുമോ, ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് അത്യാവശ്യം ലോവറാണ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. നമ്മുടെ ഡ്രൈവർ സീറ്റ്, അതായത് റൈഡർ സീറ്റ് എന്ന് പറയുന്നത്. പില്ലൻ സീറ്റും സോഫ്റ്റാണ്, ബട്ട് ചെറുതാണ്. എല്ലാവർക്കും പറ്റണം എന്ന് നിർബന്ധം പറയില്ല, പക്ഷെ എന്നാൽ പോലും ഡീസൻ്റായിട്ട് പറ്റും. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ വലുപ്പമുണ്ട്. സോ ഒരു ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മുടെ ലോക്കൽ ഒരു കമ്മ്യൂട്ടിങ് ടൈമിലൊക്കെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും, കുഴപ്പമൊന്നും തോന്നണില്ല. ആൻഡ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 170 ആണ് കമ്പനി പറയുന്നത്. 160യുടെ അടുത്ത് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഓണറിൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞത്. ആൻഡ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കൂടി ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,71,000 കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 2 ലക്ഷം എന്നാണ് അറിഞ്ഞത്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ട്വീക്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള സസ്പെൻഷൻ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല എന്നുള്ള വണ്ടിയുടെ ഓണർ പറഞ്ഞത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഒന്ന് ട്വീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കൂടി വന്നപ്പോൾ ഏകദേശം 2 lakh പ്ലസ് ആയിട്ടുണ്ട്. ഏകദേശം 2 lakh അല്ലെങ്കിൽ 2,10,000 ആ റേഞ്ചിലേക്ക് എങ്ങനെ കയറിയത്. 2 lakh ആണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഇനി ഞാൻ ഓടിച്ചിട്ട് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കാം, സ്പോർട്സ് മോഡിലാക്കാം. മുന്നിലൊരു ഓട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ 2 പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെത്. സോ ഓവറോൾ കൊള്ളാം, രസമുണ്ട്. ഞാനിവിടെ നിന്ന് ആദ്യം ഒന്ന് വഴിയിലേക്ക് കയറട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ബ്രേക്ക് ലിവേഴ്സ് ഒന്ന് പ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പവർ കിട്ടില്ലെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും ഞാൻ ഞെക്കിയിട്ടുണ്ട്, കയറുന്നില്ല. ഞാൻ അത്രയും ജസ്റ്റ് ഇത്രയും ഞെക്കിയിട്ടുള്ളൂ, പക്ഷെ അവിടെ കയറുന്നില്ല. ബട്ട് പവർ വേഗം കോംപ്രമൈസ് ആവുന്നുണ്ട്. ഐ തിങ്ക് റീജൻ മോഡ് ആ ഒരു രീതിക്കാണ് വർക്ക് ചെയ്യുന്നത്. I'll show you again. ഞാൻ ഇത്രയും പിടിച്ചിട്ടുള്ളൂ, ഞാൻ വേറെ പവറൊന്നും അവിടെ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. സോ അവിടെ പവർ കട്ടാവുന്നുണ്ട്. മേ ബി റീജൻ മോഡ് ആ രീതിക്കായിരിക്കാം വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബ്രേക്ക് തന്നെ പറ്റിയെന്നായിരിക്കുള്ളൂ. ഈ വണ്ടിയുടെ ലുക്സിനനുസരിച്ച് ഹോൺ ഭയങ്കര ശോകാവസ്ഥയിൽ നിൽക്കുന്നൊരു ഹോണാണ്. ഇത് കുറച്ച് ഗാംഭീര്യമുള്ള ഹോൺ കൊടുത്തിട്ട് നന്നായിരുന്നു എന്ന് തോന്നി. അതർവൈസ് കുഴപ്പമില്ല. 2 ഹോണിനുള്ള സ്വിച്ച് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ടൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബുദ്ധിമുട്ട് ടൂർ ചെയ്യുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടി ഞാനിപ്പോൾ ഓടിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്രൈറ്റ് പോസ്റ്റാണ്, യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഈ സ്പോർട്സ് ഒരു ഇതിലിരിക്കണമെങ്കിൽ എനിക്കിതിരെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. സൗണ്ട് ഇല്ലാത്തതിൻ്റെ ശൂന്യത നല്ല രീതിക്ക് തന്നെ തോന്നുന്നുണ്ട്. അത് ഇലക്ട്രിക് ഓടിച്ച് ശീലമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് ആസ് എ ബൈക്ക്
നമുക്ക് ആ ഒരു കുറവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. ഇനി ഇതാണ് പ്രശ്നം, അറിയാണ്ട് ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പവർ കട്ടാവും. ആൻഡ് ഇനി ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നിയറായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് അധികം ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വെറുതെ ചുമ്മാ ഇരുന്ന് ഫോർവേഡിലേക്ക് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മളറിയാതെ വേണ്ടാണ്ടൊരു പ്രഷർ നമ്മുടെ കയ്യിലേക്ക് കൊടുത്തേക്കാം. അതർവൈസ് നമുക്ക് ഒരു ടൂറിങ് ഫ്രണ്ട്ലി എന്നുള്ള രീതിക്ക് തന്നെ കണക്കാക്കാവുന്നൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടൂർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നിങ്ങളിപ്പോൾ ഒരു 100 കിലോമീറ്റർ ഓർ 130 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉള്ളൊരു റൈഡാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കണ കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 170 ആണ് കമ്പനി പറയുന്ന ഇതിൻ്റെ റേഞ്ച് എന്ന് പറയണത്. 160യുടെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറിന് 170 നിയർ ഇതിൻ്റെ കപ്പാസിറ്റി കിട്ടുന്നുണ്ട്, ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൂറിങ്ങിനും കൂടിയും നടക്കണ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൂറിങ് ഭയങ്കര ലാഭമുള്ള ടൂറായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാർക്കൊരു റൈഡ് പോകുന്നു. അപ്പോൾ അതിനെങ്ങനെ പോയാലും ഒരു നോർമൽ ഒരു 40-45 ഒരു മൈലേജ് കിട്ടുന്നൊരു വണ്ടിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 500-700 അണ്ടർ 1000 അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും കാശ് വരും. ജസ്റ്റ് ഫ്യൂവൽ കോസ്റ്റ്, ഓക്കെ, ജസ്റ്റ് ഫ്യൂവൽ കോസ്റ്റ് തീർച്ചയായിട്ടും ആ റേഞ്ച് വരും. പിന്നെ നിങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് എക്സ്ട്രാ മേളിലേക്ക് പോകും. ആ ഒരു സ്ഥാനത്ത് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇറങ്ങുന്നു, അത് ഫുൾ ചാർജ് ആക്കിയിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജായിട്ടാണ് നിങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ മൂന്നാറിലേക്ക് കൂളായിട്ട് എത്താൻ പറ്റും. ഇഫ് മൈ കാൽക്കുലേഷൻ ഈസ് റൈറ്റ്. ഓക്കെ, ഈ പറഞ്ഞ റേഞ്ചിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കൂളായിട്ട് എത്താം. അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് അവിടെ ലാഭിക്കാം. ആകെ ഫുഡിൻ്റെ ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നമുക്ക് ടൂറിങ് എന്ന് പറയുന്നത് അത്യാവശ്യം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ രീതിക്ക് നോക്കുമ്പോഴും ഒരു ആസ് എ ബൈക്ക് എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം. ഇതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് അറിയില്ല, കാരണം ഞാൻ ഈ ഒരു ഡേ ടൈമിലാണ് നമുക്ക് കൈ കിട്ടിയാണ്. റിയൽ വേൾഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എക്സാക്റ്റ് അറിയില്ല. ഈ വണ്ടി വേറെ കയ്യിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും, അതായത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പറ്റി. ഇനി ഞാൻ ഇവിടെ നിന്ന് റിട്ടേൺ അടിക്കാൻ കേട്ടോ. അപ്പോൾ യു ടേണിൻ്റെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓർക്കാണ്ട് ഞാൻ ഗിയർ തപ്പും. ഓക്കെ, ഇനി ഈ ഒരു വേളയിൽ ഞാൻ മറ്റൊരു പോരായ്മ ഞാൻ പറയാം. ജസ്റ്റ് എ മിനിറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ വളയ്ക്കുമ്പോൾ ഇതിൻ്റെ ടേണിങ് റേഡിയസ് ഇത്തിരി ശോകമാണ്, അതായത് ഈ ഒരു റേഞ്ചിലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ ഈ ഒരു വളവിൽ പോലെ എനിക്ക് റിവേഴ്സ് എടുക്കേണ്ടി വന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഗ്ലൗസ് ഇട്ട് ഓടിക്കുക, അല്ലാണ്ട് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ കൈ എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമല്ല, ഈ ഒരു സൈഡ് വരുമ്പോഴും കൈ ഇവിടെ തട്ടുണ്ട്. അത് നമ്മൾ ഓടിക്കലിൽ അത്രയ്ക്കും ഇതുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ടൊരു തട്ട് വരുമ്പോൾ മേ ബി അതൊരു ഇറിറ്റേഷൻ പോലെ വന്നേക്കാം. ഞാൻ ഒന്ന് ട്രൈ മോഡിലേക്ക് ആക്കാം. ഇപ്പോൾ 2 എന്ന് പറയുന്നത് ഡ്രൈവിൻ്റെയാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇനിയിപ്പം മിറേഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വിസിബിളാണ്, എനിക്ക് യാതൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വിശദമായി കാണാം. ഈ ഒരു എഡ്ജ് എങ്ങനെ ആയാലും നമ്മുടെ ഹാൻഡിൽ ബാർ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് വരും. അതൊഴിച്ചാൽ അത്യാവശ്യം നല്ല വിസിബിളായിട്ടുള്ള മിറേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മീറ്റേഴ്സിൻ്റെ വിസിബിലിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി ആണെന്ന് വേണം പറയാനായിട്ട്. അത്യാവശ്യം ഡീസൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ, 100% സൂപ്പർ വിസിബിലിറ്റി എന്ന് ഞാൻ പറയില്ല. കാരണം ചില ഒക്കേഷൻസിൽ ഇപ്പോൾ വെയിൽ ഡയറക്റ്റൊക്കെ അടിക്കുമ്പോൾ ഇതിപ്പോൾ 60 50 എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോഴാണ് കേട്ടോ, അല്ലാത്ത ഒക്കേഷൻസിൽ നമുക്ക് ഇഷ്യൂ വരുന്നില്ല. സോ അതൊരു ചെറിയൊരു ഇത് തോന്നി. പിന്നെ മീറ്ററിൻ്റെ ഡിസൈൻസ് ഏകദേശം നമ്മളുടെ R3യുടെ ഒക്കെ മീറ്ററിൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. ഇനി സസ്പെൻഷൻ്റെ പറയുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. നമ്മളെ എടുത്തടിക്കണ ഒരു ഇഷ്യൂ എനിക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നാൽ എടുത്ത സമയത്ത് ഇതിൻ്റെ ഓണർ പറഞ്ഞത് സസ്പെൻഷൻ അത്ര സുഖമായിരുന്നില്ലെന്നാണ്. അതായത് നമ്മളെ ബാക്ക് സസ്പെൻഷൻ ആയിരിക്കുള്ളൂ, റിയർ സസ്പെൻഷൻ അത്ര സുഖമായിരുന്നില്ലെന്നാണ് പറഞ്ഞത്.
ലേറ്റർ പുള്ളി അവരുടെ അടുത്ത് തന്നെ കൊടുത്ത് സംഭവം ട്യൂൺ ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണോ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഏതൊരു വണ്ടി എടുക്കുന്ന ഒരാൾക്കും അങ്ങനത്തെ ഒരു സർവീസ് സെറ്റപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നേരത്തെ ഒരു ഹമ്പിൽ ഞാൻ പറന്നു പോയതാണ്, ഹമ്പ് ശ്രദ്ധിച്ചില്ല. ഓപ്പൺ റോഡ് ഞാൻ സ്പോർട്സ് മോഡിലിട്ട് വലിപ്പിച്ച് നോക്കാം. ഓക്കെ, എന്തോരം കയറി നോക്കാം. ഓക്കെ, അപ്പോൾ 84 വരെയും കയറി. അപ്പോൾ 84 വരെ നമ്മൾ കയറ്റി. കൊള്ളാം, നോട്ട് ബാഡ്. കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ആസ് ആൻ ഇലക്ട്രിക് സ്കൂട്ടർ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. അപ്പോൾ കൂടുതൽ പവർ കൊടുക്കുക, അതല്ലെങ്കിൽ കൂടുതൽ ആ ഒരു എന്താ പറയുക ടോപ്പ് എൻഡ് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പവർ വലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വലിക്കാനുള്ള ചാൻസ് മീൻസ് പെട്ടെന്ന് വലിച്ച് തീർക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഭയങ്കര സ്പീഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലും ബെറ്റർ ഈ ഒരു സ്പീഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ നമ്മളുടെ റോഡുകളെ സംബന്ധിച്ച് അത് അത്യാവശ്യം ഡീസൻറ്റ് സ്പീഡാണ് 80 എന്ന് പറയുന്നത്. ഞങ്ങൾ ഹൈവേ ക്രൂസിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ചെറിയൊരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അതർവൈസ് ദാറ്റ്സ് എ നോട്ട് ബാഡ് ടോപ്പ് സ്പീഡ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ MJ ആൻഡ് I'll catch you in next one. Bye bye.